ഹലോ എവരിവൺ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡാറ്റാ സ്ട്രക്ചറിനെ കുറിച്ചാണ്. ഡാറ്റാ സ്ട്രക്ചർ നമുക്ക് രണ്ട് ടൈപ്പുണ്ട്, പ്രിമിറ്റീവ് ഡാറ്റാ സ്ട്രക്ചറും നോൺ പ്രിമിറ്റീവ് ഡാറ്റാ സ്ട്രക്ചറും. പ്രിമിറ്റീവിൽ വരുന്നതാണ് ഇൻറ്റിജർ, ക്യാരക്ടർ, ഫ്ലോട്ട്, ഡബിൾ. ഇതൊക്കെയാണ് പ്രിമിറ്റീവ് ഡാറ്റാ സ്ട്രക്ചർ വരുന്നത്. പിന്നെ നോൺ പ്രിമിറ്റീവ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ജാവ കോഴ്സിൽ ഞാൻ പ്രിമിറ്റീവ് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഈ നോൺ പ്രിമിറ്റീവിൽ അറേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും ഇപ്പം നമുക്ക് വേണ്ട. നമ്മൾ സ്റ്റാക്ക് തൊട്ടാണ് പഠിക്കാൻ പോണത്. അപ്പം നോൺ പ്രിമിറ്റീവ് ഡാറ്റാ സ്ട്രക്ചറിൽ രണ്ട് ടൈപ്പ് ഉണ്ട്, ലീനിയർ ഡാറ്റാ സ്ട്രക്ചറും പിന്നെ നോൺ ലീനിയർ ഡാറ്റാ സ്ട്രക്ചറും. അപ്പം നോൺ പ്രിമിറ്റീവ് ഡാറ്റാ സ്ട്രക്ചറിൽ വരുന്നതാണ് ലീനിയർ ഡാറ്റാ സ്ട്രക്ചർ. അതിൽ നമുക്ക് സ്റ്റാക്ക് ഉണ്ട്, അറേ ഉണ്ട്, ക്യൂ ഉണ്ട്, ലിങ്ക് ലിസ്റ്റ് ഉണ്ട്. പിന്നെ നോൺ ലീനിയറിൽ വരുന്നത് ട്രീ, ഗ്രാഫ്. അപ്പം ഡി എസ് ഐയിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, ഡി എസ് ഐ നമ്മൾ മെയിനായിട്ട് തുടങ്ങാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പലരും നമ്മൾ ചോദിച്ചായിരുന്നു ഈ ഈക്വൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നേരത്തെ അവർക്ക് കുറേ കാര്യങ്ങൾ പിടികിട്ടുന്നില്ല. അപ്പം ഈ അറേ, ലിങ്ക് ലിസ്റ്റ്, സ്റ്റാക്ക്, ക്യൂ, ഇതിനകത്തൊക്കെ കുറേ പ്രോബ്ലംസ് അതിനകത്ത് വരുന്നുണ്ട്. അപ്പം അതിനകത്തുള്ള പ്രോബ്ലംസൊക്കെ എല്ലാവർക്കും ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ഡാറ്റാ സ്ട്രക്ചറിൻ്റെ ഈ ഒരു കോഴ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ കോളേജ് പഠിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡാറ്റാ സ്ട്രക്ചർ എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഇതെല്ലാം വരും. അപ്പം അതിൻ്റെ പ്രോഗ്രാം മെയിനായിട്ട് ഞാൻ പ്രോഗ്രാമിങ്ങിലാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണത്. അപ്പം പ്രോഗ്രാമിങ്ങിൽ ഞാൻ സെറ്റാക്കി തരാം. ഇത് ഫസ്റ്റ് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് പറഞ്ഞിട്ട് നമുക്ക് പ്രോഗ്രാമിലോട്ട് പോവാം. ഫസ്റ്റ് നമുക്ക് ഡാറ്റാ സ്ട്രക്ചർ അറിയാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് സ്റ്റാക്ക് തൊട്ട് തുടങ്ങാം. സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ ഒരു ലീനിയർ ഡാറ്റാ സ്ട്രക്ചർ ആണ്. അതിനകത്ത് അഡിഷൻ ഓഫ് ആൻ എലമെന്റ്, ഡിലീഷൻ ഓഫ് എലമെന്റ്, ഈ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പ്രിൻസിപ്പിളാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതിനകത്ത് 3 ഓപ്പറേഷൻസ് ആണ് നമുക്ക് സ്റ്റാക്കിലുള്ളത്. സ്റ്റാക്കിൽ പുഷ് ഉണ്ട്, പോപ്പ് ഉണ്ട്, പിന്നെ ട്രാവേഴ്സ് ഉണ്ട്. അതായത് ഇതിനകത്തുള്ള എല്ലാ എലമെന്റ്സ് പ്രിന്റ് ചെയ്യാനുള്ളത്. സ്റ്റാക്കിലോട്ട് നമ്മൾ ഒരു എലമെന്റ് ആഡ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പലാണ് ലിഫോ, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഇപ്പം ഇതാണ് നമ്മൾ സ്റ്റാക്ക് എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ബുക്സ് അടുക്കി വെക്കുന്നു, അതുപോലെയാണ് സ്റ്റാക്ക്. ഇപ്പോൾ കുറച്ച് ബുക്ക് അടുക്കി വെച്ചാൽ നമുക്ക് അതിൻ്റെ മേളിൽ നിന്ന് ഒരു ബുക്ക് എടുക്കാൻ പറ്റും. അതിൻ്റെ ഇടയ്ക്ക് നിന്ന് വലിച്ചൂരി എടുക്കുന്നത് ഇപ്പം എല്ലാം കൂടെ മറന്നു വരില്ല. ഒരു വലിയൊരു ബുക്കിൻ്റെ ഇതാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് നിന്ന് വലിച്ചെടുക്കാൻ പറ്റില്ലല്ലേ. നമ്മൾ ഫസ്റ്റ് വെക്കും, ലാസ്റ്റ് വെക്കുന്നതാണ് നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത് അല്ലേ. ഇപ്പൊ കുറെ ബുക്ക് അടുക്കി വെച്ച് ഏറ്റവും ലാസ്റ്റ് കൊണ്ട് വെക്കുന്ന ആളുടെ ബുക്കിൽ നമ്മൾ ഫസ്റ്റ് എടുത്ത് നോക്കുന്നത്. ഇപ്പം എക്സാമിന് പേപ്പർ, അവിടെ നിന്നുള്ള ടീച്ചർ എക്സാം കഴിഞ്ഞ ശേഷം പേപ്പർ വാങ്ങി നോക്കാൻ നേരത്ത് ഈ ലാസ്റ്റ് വാങ്ങിയ ആളെ ഫസ്റ്റ് എടുത്ത് നോക്കുന്നത്. പലരും ഇതൊക്കെ എടുത്ത് അടിയിലൊക്കെ വെക്കാറുണ്ട്. അതുപോലെയാണ് എക്സാമ്പിൾ. അപ്പം ഈ സ്റ്റാക്ക് വർക്ക് ചെയ്യുന്നത് അതുപോലെ ഒരു പ്രിൻസിപ്പിൾ വെച്ചാണ്. അപ്പം ഇതിൽ നമ്മളൊരു എലമെന്റ് വെച്ചാൽ ലാസ്റ്റ് വെക്കുന്നത് നമുക്ക് ഫസ്റ്റ് എടുക്കാൻ പറ്റും. ഇടയ്ക്കൊന്ന് വലിച്ചു വിടാനോ ഇടയ്ക്കെടുത്ത് ഇടാനോ ഒന്നും പറ്റത്തില്ല. നമ്മളൊരു എലമെന്റ് വെച്ചാൽ ഇതിന്റെ മേളിൽ വെക്കാൻ പറ്റത്തുള്ളൂ. ഇതിന്റെ നടുക്ക് കൊണ്ട് വെക്കാനോ ഇതിന്റെ ഇടയ്ക്ക് കൊണ്ട് വെക്കാനോ അങ്ങനെ ഒന്നും പറ്റത്തില്ല. ഇപ്പം 30 വെച്ചതിന് ശേഷം ഞാൻ ഒരു 40 വെച്ചു, 40ക്ക് ശേഷം ഒരു 50 വെച്ചു. ഇനി ഇതിന്റെ ഇടയ്ക്ക് നിന്നും കൊണ്ട് വെക്കാൻ പറ്റത്തില്ല, മേളിലേ വെക്കാൻ പറ്റത്തുള്ളൂ. മേളിലേ വെക്കാൻ പറ്റത്തില്ല, ഇടയ്ക്ക് വെക്കാൻ പറ്റത്തില്ല. പിന്നെ ഒരു 20 വെച്ചു. ഞാൻ ഫസ്റ്റ് സ്റ്റാക്ക് യൂസിങ് അറേയാണ് പറയുന്നത്. അറേ എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് എലമെന്റ്സ്, കളക്ഷൻ ഓഫ് സെയിം ഡാറ്റ ടൈപ്പ് ആയിട്ടുള്ള എലമെന്റ്സ് സ്റ്റോർ ചെയ്യുന്നതിനാണ് അറേ എന്ന് പറയുന്നത്. അപ്പോൾ അറേ യൂസിങ് സ്റ്റാക്കാണ് ഞാൻ പറയുന്നത്. ലിങ്ക് ലിസ്റ്റ് യൂസിങ് സ്റ്റാക്കും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അറേ വെച്ച് തുടങ്ങാം. ലിങ്ക് ലിസ്റ്റ് പഠിച്ചിട്ട് നമുക്ക് ലിങ്ക് ലിസ്റ്റ് യൂസിങ് സ്റ്റാക്കും പറയാം, സ്റ്റാക്ക് യൂസിങ് ലിങ്ക് ലിസ്റ്റും പറയാം. അപ്പം ഇതിന്ന് ഫസ്റ്റ് നമ്മൾ ലാസ്റ്റ് വെച്ച എലമെന്റ് ഇപ്പൊ ഫസ്റ്റ് 30 വെച്ചു, അതിനുശേഷം 40 വെച്ചു, 50 വെച്ചു, 20 വെച്ചു. ഇതാണ് 30 നമ്മൾ ഫസ്റ്റ് വെച്ചത്. പിന്നെ നമ്മൾ 40 വെച്ചു, പിന്നെ നമ്മൾ 50 വെച്ചു, പിന്നെ 20 വെച്ചു. ഈ 20 നമുക്ക് ഫസ്റ്റ് എടുക്കാൻ പറ്റും, പിന്നെ 50 എടുക്കണം, പിന്നെ 40 എടുക്കണം. ഇതിന്റെ ഇടയ്ക്ക് വെക്കാനും പറ്റത്തില്ല, ഇടയ്ക്ക് ഡിലീറ്റ് ആക്കാനും പറ്റത്തില്ല. മുകളിൽ അടുക്കി വെക്കാനേ പറ്റത്തുള്ളൂ. ഇപ്പം പേപ്പർ, ഇപ്പം ക്ലാസ്സിൽ നിന്ന് എക്സാം കഴിഞ്ഞ് പേപ്പർ വാങ്ങാൻ നേരത്ത് ഇടയ്ക്കൊന്നും വാങ്ങാൻ പറ്റത്തില്ല. ഒരു പേപ്പർ വാങ്ങി ഇടയ്ക്ക് കൊണ്ട് കയറ്റാൻ പറ്റത്തില്ല, മേളിൽ വെക്കാൻ പറ്റും. പിന്നെ ഒരെണ്ണം ഫസ്റ്റ് എടുത്ത് നോക്കാൻ നേരത്ത്, ടീച്ചർ നോക്കാൻ നേരത്ത് ഫസ്റ്റ് പേപ്പറിലെടുത്ത് നോക്കുന്നത്, അല്ലാതെ ഇടയ്ക്ക് നിന്നിട്ട് നോക്കത്തില്ലല്ലേ. അതുപോലെയാണ് സ്റ്റാക്കും ആ ഒരു രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ സ്റ്റാക്ക് എന്താണെന്ന് മനസ്സിലാക്കാനും, ഈ സ്റ്റാക്ക് empty ആയിരിക്കുന്ന സമയത്ത് സ്റ്റാക്കിന്റെ ഇതെന്ന് പറഞ്ഞാൽ ടോപ്പ് ഈക്വൽ ടു -1. ടോപ്പ് -1 ആയിരിക്കും സ്റ്റാക്ക് തുടക്ക സമയത്ത്. അതായത് empty ആയിരിക്കുന്ന ഒരു സ്റ്റാക്ക് ടോപ്പ് -1 ആയിരിക്കും. അതായത് ഇവിടെ നിൽക്കും, സ്റ്റാക്കിനകത്ത് ഒന്നുമില്ല, സ്റ്റാക്ക് empty ആണ്. പിന്നെ ടോപ്പ് സ്റ്റാക്ക് ഇപ്പോൾ ഫുൾ ആണെങ്കിൽ, നമുക്ക് സ്റ്റാക്കിന് ഒരു സൈസ് ഉണ്ടെങ്കിൽ സ്റ്റാക്ക് ഫുൾ ആണെങ്കിൽ സ്റ്റാക്ക് ഈക്വൽ ടു
ടോപ്പ് ഈക്വൽ ടു സൈസ് -1. സൈസ് തന്നെ എസ് എന്ന് കൊടുത്തു -1. ഇത് 0. അപ്പോൾ നമ്മൾ ഒരു അറേ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഇതിന്റെ ഇൻഡെക്സ്. ഇതാണ് ഇതിന്റെ ഇൻഡെക്സ്. ഇൻഡെക്സ് 0, ഇൻഡെക്സ് 1, ഇൻഡെക്സ് 2, ഇൻഡെക്സ് 3. ഇതിപ്പം ഈ ഒരു സ്റ്റാക്കിന്റെ സൈസ് നമുക്ക് 4 ആണ്. ഈ ഒരു സ്റ്റാക്കിന്റെ സൈസ് എത്രയാണ്? 1 2 3 4. 4 - 1 അതായത് 3 ആയപ്പോഴത്തേക്ക് സ്റ്റാക്ക് ഫുള്ളായി. അതായത് ഇതിന്റെ സ്റ്റാക്കിന്റെ ഓവർഫ്ലോ കണ്ടീഷൻ. അണ്ടർഫ്ലോ എന്ന് പറഞ്ഞാൽ ടോപ്പ് ഈക്വൽ ടു -1. അതായത് സ്റ്റാക്ക് സ്റ്റാക്ക് ഫുൾ ആവുന്നത് ടോപ്പ് ഈക്വൽ ടു സൈസ് -1. ഈ ഒരു 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഒരു 2 കാര്യങ്ങൾ വെച്ചാണ് സ്റ്റാക്കിൽ നമ്മൾ എലമെന്റ് ആഡ് ചെയ്യാനും പുഷ് ചെയ്യാനൊക്കെ ചെക്ക് ചെയ്യുന്നത്. അത് സ്ഥലം ഉണ്ടാകും നോക്കണ്ടേ. അപ്പം ഒരു അറേ ഓഫ് 5 ആണ് ഞാൻ ഇവിടെ വെച്ചേക്കുന്നതെങ്കിൽ നമുക്ക് 5 എലമെന്റ്സിനെ ഇവിടെ വെക്കാൻ നേരത്ത് 4 ആണ് ഇതിന്റെ ടോപ്പിക്കൽ ടു 4 ആവാൻ നേരത്ത് ഈ സ്റ്റാക്ക് ഫുള്ളാവും. ടോപ്പിക്കൽ ടു -1 ആണെങ്കിൽ ഈ സ്റ്റാക്ക് എം ഡി ആവും. അതാണ് ഈ ഒരു സ്റ്റാക്കിന്റെ ഒരു കാര്യം പറഞ്ഞാൽ. സ്റ്റാക്ക് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതിന്റെ പ്രോഗ്രാം നമുക്ക് ചെയ്തു നോക്കാം. അപ്പൊ ഇതിനകത്ത് സ്റ്റാക്കിലോട്ട് ഒരു എലമെന്റ് ആഡ് ചെയ്യാനായിട്ട് നമ്മൾ പുഷ് ഓപ്പറേറ്റർ യൂസ് ചെയ്യും. ഇപ്പൊ ജാവയൊക്കെ ആണെങ്കിൽ ബിൽറ്റ് ഇൻ ക്ലാസ്സസ് ഉണ്ട്. അതിനകത്ത് ജാവ ക്ലാസ് സ്റ്റാക്ക് എന്ന് പറഞ്ഞ ക്ലാസ്, എന്നിട്ട് നമ്മൾ ഡോട്ട് പുഷ് കൊടുത്താൽ അതിനകത്ത് എലമെന്റ് ആഡ് ചെയ്യാം, ഡോട്ട് പോപ്പ് കൊടുത്താൽ എലമെന്റ് ഡിലീറ്റ് ചെയ്യാം. അപ്പം അത് അതിനകത്ത് അങ്ങനെ വർക്ക് ചെയ്യും. നമ്മളിന്ന് സിയിലാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം സ്റ്റാക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നത് ജാവയിൽ നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റും. സിയിലാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ ഈ സ്റ്റാക്കിനെ കുറിച്ച് പറയാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു പ്രോഗ്രാം ഫുൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റാക്കിനകത്തോട്ട് എങ്ങനെ ഒരു എലമെന്റ് കയറുന്നു അപ്പം സിയിലാകുമ്പോൾ നമുക്ക് ഫുൾ മനസ്സിലാവും. അപ്പം നിങ്ങൾ സി പ്രോഗ്രാമിംഗ് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അറിഞ്ഞുകൂടെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ഉണ്ട്, അത് നിങ്ങൾക്ക് കേൾക്കാം. നിങ്ങൾക്ക് ബ്രോക്കോഡ് എന്ന് പറയുന്നൊരു ചാനലുണ്ട്. ആ ചാനലിൽ സിയുടെ ഫുൾ ട്യൂട്ടോറിയൽ അവിടെ കിടപ്പുണ്ട്, അത് നോക്കാം. പിന്നെ ജാവയുടെ ആണെങ്കിൽ എൻ്റെ തന്നെ ഉണ്ട്, നിങ്ങൾക്ക് അത് നോക്കാം. അപ്പം നമുക്ക് പ്രോഗ്രാം എങ്ങനെയാണെന്ന് ചെയ്തു നോക്കാം. അതിന് നിങ്ങളിപ്പം ഒരു ബിഗിനേഴ്സാണ് ഇത് കേൾക്കുന്നെങ്കിൽ ആരാണെങ്കിലും നിങ്ങൾക്ക് ഞാൻ VS കോഡിൻ്റെ ഉണ്ട്, VS കോഡിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു ഓൺലൈൻ കമ്പനികളുണ്ട്, അത് ഈസി ആയിട്ട് ചെയ്യാം. ഫോണിലൊക്കെയാണ് നിങ്ങൾക്ക് ലാപ്പില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കമ്പൈലർ ചെയ്യാം. പിന്നെ ഫുൾ പ്രോഗ്രാം ചെയ്ത് നോക്കണം. ആദ്യം തൊട്ട് ഓരോ ലൈൻ ബൈ ലൈൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ മനസ്സിലാക്കി ഒരു കാര്യം മനസ്സിലാക്കി സ്റ്റാക്കിന്റെ ഈ ഒരു കാര്യം ഇപ്പൊ പിടിയിട്ടില്ല, ആ കാര്യം വെച്ച് നമ്മൾ ചെയ്ത് നോക്കണം മൊത്തത്തിൽ. അപ്പൊ നമ്മൾ ആദ്യം തൊട്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ അറിയില്ല, ഒരു എല്ലാ കീവേഡും നമ്മൾ കാണാതെ ചെയ്തു നോക്കണം. കാണാതെ പഠിച്ചിട്ടല്ല, കാണാതെ പഠിക്കല്, ഒരിക്കലും കാണാതെ പഠിക്കല്. കോൺസെപ്റ്റ് വെച്ചിട്ട് ഇപ്പൊ ഞാൻ പറയുന്ന ഈ പ്രോഗ്രാമിന്റെ കോൺസെപ്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം. ഇത് കാണാതെ പഠിക്കാൻ നിൽക്കില്ല. ഇത് എന്തൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ നോക്കിയിട്ട് അത് ചെയ്തു നോക്കണം. അപ്പൊ ഞാൻ ഓൺലൈൻ GDB എന്ന് പറഞ്ഞൊരു സാധനമാണ് എടുക്കുന്നത്. ഓൺലൈൻ GDB കമ്പൈലർ എന്ന് പറഞ്ഞ കമ്പൈലർ എടുത്തിട്ടുണ്ട്. ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. ഈ ഒരു കമ്പൈലറിൽ കയറിയതിന് ശേഷം നമുക്ക് ഈ ഒരു കമ്പൈലർ, അപ്പൊ നിങ്ങൾ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്ത പ്രോഗ്രാമൊക്കെ ഇവിടെ സേവ് ചെയ്തിടാം. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. നല്ലൊരു കമ്പൈലറാണ്. അപ്പം ഇത് ഞാൻ ഇതിന്റെ സൈസ് കുറച്ചു. ഇനി ഇതിവിടെയാണ് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഏത് ലാംഗ്വേജ് വേണമെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യാം. ഇവിടെ C ഉണ്ട്, കുറേ ലാംഗ്വേജസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ C ആണ് സെലക്ട് ചെയ്തേക്കുന്നത്. ഇതിന് ശേഷം നമുക്ക് ഇതല്ലെങ്കിൽ ഡിലീറ്റ് ആയി കളയുക. ഈ ഒരു സാധനം ഇങ്ങോട്ടാക്കി വെച്ച് നമുക്ക് പ്രോഗ്രാം ചെയ്ത് പോകാം. ഫസ്റ്റ് ഹെഡർ ഫയൽ #include stdio.h. അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ സ്റ്റാൻഡേർഡ് ലൈബ്രറിയിൽ കുറച്ച് ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത്. അപ്പം #include stdlib.h. അപ്പം ഹെഡർ ഫയൽസ് കഴിഞ്ഞു. ഇനി നമുക്ക് #define എന്ന് പറഞ്ഞാൽ മാക്രോസ് സി പ്രോഗ്രാമിംഗ് സിയിലെ ഒരു കീവേഡാണ് #define. നമുക്ക് സൈസ് ഈ ഒരു സൈസ് നമ്മളിപ്പം #define യൂസ് ചെയ്ത് ഒരു സൈസ് ഇപ്പം ഒരു കാര്യം ഡിഫൈൻ ചെയ്ത അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. സൈസ് എന്ന് പറഞ്ഞു ഞാൻ സൈസ് 5 എന്ന് പറഞ്ഞെടുത്തു. ഈ 5 നമുക്ക് ഈ പ്രോഗ്രാമിൽ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം, എത്ര ക്ലാസ്സിൽ. ഇപ്പോൾ നമ്മൾ ഒരു ഇൻറ്റ് സൈസ് 5 എന്ന് കൊടുത്തതിന് ശേഷം അതൊരു അറയ്ക്കകത്ത് യൂസ് ചെയ്ത ആ സൈസ് നമുക്ക്
ആ ഒരു ഫംഗ്ഷനിൽ മാത്രം യൂസ് ചെയ്യാൻ പറ്റത്തില്ല, വേറൊരു ഫംഗ്ഷൻ എടുക്കാൻ നേരത്ത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു കാര്യം നമ്മളിവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചാൽ ഇത് പ്രോഗ്രാം ഫുൾ എൻ്റെ പ്രോഗ്രാം നമുക്ക് യൂസ് ചെയ്യാം. ഇത് വെച്ച് നമുക്ക് ഇതൊരു ഫംഗ്ഷനായിട്ടും നമുക്ക് ചെയ്യാം. ഹാഷ് ഡിഫൈൻ ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കിയിട്ട് A+B ആ ഫംഗ്ഷനെ കോൾ ചെയ്യാം, അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പം മാക്രോസ് എന്താണെന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, അപ്പോൾ അതിനെക്കുറിച്ച് കിട്ടും. പിന്നെ ഞാനൊരു ഇൻറ്റ് എസ് ഓഫ് സൈസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ടോപ്പ് വേണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു സ്റ്റാക്ക് എം ടി ആകുമ്പം ടോപ്പ് -1 ആണ്. ഇതാണ് സ്റ്റാക്ക്, ഇതൊരു അറയാണ്. അറേ യൂസിങ് സ്റ്റാക്കാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് അറേ യൂസിങ് സ്റ്റാക്കാണ്. സൈസ് ഈക്വൽ ടു -1. ഫസ്റ്റ് നമ്മളെ ഈ ഒരു സ്റ്റാക്ക് എം ടി ആണ്, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ടോപ്പ് ഈക്വൽ ടു -1 എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ടോപ്പ് ഈക്വൽ ടു -1 കൊടുത്തു. ഈസ് എം ടി ആണെങ്കിൽ, ഈസ് എം ടി എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ഇൻറ്റ് ഈസ് എം ടി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. അതിനുശേഷം റിട്ടേൺ ടോപ്പ് ഈക്വൽ ടു -1 ആണെങ്കിൽ സ്റ്റാക്ക് എം ടി ആണെന്ന് പറയുന്നു. അപ്പം നമ്മൾ സ്റ്റാക്ക് സൈസ് ടോപ്പ് ഈക്വൽ -1ലാണ് പോയിന്റ് ചെയ്തേക്കുന്നത്, അതവിടെ കൊടുത്തതേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ഓവർഫ്ലോ, അതായത് സ്റ്റാക്ക് എം ടി ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഈ സാധനം യൂസ് ചെയ്യുന്നത്. ഈസ് എം ടി എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ട് ടോപ്പ് ഈക്വൽ ടു -1 ആണെങ്കിൽ സ്റ്റാക്ക് എം ടി ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാക്കിലോട്ട് ഒരു എലമെന്റ് ആഡ് ചെയ്യണ്ടേ. ആഡ് ചെയ്യാൻ നേരത്ത് പുഷ് കൊടുക്കാൻ നേരത്ത് നമുക്ക് എം ടി ആണോ എന്ന് കാണിക്കാൻ വേണ്ടി ആ എം ടി ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. ഇനി ഈസ് ഫുൾ ഇൻറ്റ് ഈസ് ഫുള്ളാണെങ്കിൽ ഫുൾ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കൊടുത്തു. അതിൽ റിട്ടേൺ ടോപ്പ് ഈക്വൽ ടു സൈസ് -1, അതായത് ഈ സൈസ് 5 - 1 4, 0 തൊട്ട് തുടങ്ങും 4 വരെ നിൽക്കും. ഇപ്പം ഒരു അറയിൽ നമ്മൾ ഇൻഡെക്സ് തുടങ്ങുന്നത് 0 തൊട്ടാണ്, അതുകൊണ്ടാണ് 0 1 2 3 മോസ്റ്റ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും സൈസ് ഇൻഡെക്സ് 0 തൊട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ അതൊക്കെ അറിയാം. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഫസ്റ്റ് ഒന്ന് ക്ലിയർ ആക്കിയിട്ട് വേണം ഇത് കാണാൻ. റിട്ടേൺ ടോപ്പ് ഈക്വൽ ടു സൈസ് -1, അതായത് 5 - 1, അത് ഞാൻ കൊടുത്തു. അപ്പം ഇത് ഫുള്ളാണെന്ന് ചെക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നമുക്ക് ആഡ് ചെയ്യാൻ നേരത്ത് കൊടുക്കാം. ഈ പുഷ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ നേരത്ത് നമുക്ക് അവിടെ കൊടുക്കാം. അല്ലെങ്കിൽ അത് ഇവിടെ അല്ലാതെ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഇങ്ങനെ കൊടുത്തിട്ട് ഞാൻ ചെയ്യുന്നതാണ് ഒരു ഇങ്ങനെ നമുക്ക് വേറെ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പം പുഷ് പീക്കിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു കാര്യം നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഫസ്റ്റ് ഞാൻ പുഷാണ്. വോയിഡ് റിട്ടേൺ ടൈപ്പ് വോയിഡ് റിട്ടേൺ ടൈപ്പ് ഇല്ലാത്ത പുഷ് എലമെന്റ്. പുഷ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. ഇൻറ്റ് ഐറ്റം, ഒരു ഐറ്റത്തെ നമ്മൾ പുഷ് ചെയ്യാൻ പോകണം. ഈ ഇൻറ്റ് ഐറ്റം ഫംഗ്ഷൻ കോൾ ചെയ്യാൻ നേരത്തെ ഐറ്റം അവിടെ പാസ് ചെയ്ത് കൊടുക്കും. നമുക്ക് അറിയാമെങ്കിൽ വോയിഡ് പുഷ്. അപ്പം ഈസ് ഫുള്ളാണോ ചെക്ക് ചെയ്യും. ഫുള്ളാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് വല്ല ആഡ് ചെയ്യാൻ പറ്റുമോ, ഇല്ലല്ലേ. അതുകൊണ്ട് ഫുള്ളാണോ ചെക്ക് ചെയ്യും. ഈസ് ഫുൾ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്യും. ഇവിടെ ആ ഫുൾ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്തതിന് ശേഷം ഇത് ഫുള്ളാണോ ചെക്ക് ചെയ്യും. ഫുൾ ആണെങ്കിൽ നമ്മൾ പ്രിന്റ് ചെയ്യും. പ്രിന്റ് എഫ് സ്റ്റാക്ക് ഈസ് അണ്ടർഫ്ലോ, ഓവർഫ്ലോ. ചിലപ്പോൾ ഒരു ഇതൊക്കെ വന്നിരിക്കും, ഞാൻ ഇത് നോക്കാതെയാണ് ചെയ്യുന്നത്. അപ്പം സ്റ്റാക്ക് ഓവർഫ്ലോ ആണ്. cannot push element, push user enter the item not push ആണ്. നമുക്കൊരു ഐറ്റം ഇതിനകത്ത് പുഷ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ നെക്സ്റ്റ് ലൈൻ കൊടുത്തു. അതിനുശേഷം ഇവിടെ ആ ഐറ്റം സി പ്രോഗ്രാമിംഗ് അറിയാവുന്നതാണ്. സി പ്രോഗ്രാമിംഗ് നോക്കിയിട്ട് ചെയ്യുക. എൽസ് അല്ലെങ്കിൽ സ്റ്റാക്ക് ഫുള്ളല്ല അതിനകത്ത് സ്ഥലം ഉണ്ടെങ്കിൽ നമ്മൾ പ്രിന്റ് എഫ് എസ് ഓഫ് ടോപ്പ് പ്ലസ് പ്ലസ് ഒരു എലമെന്റ് ആഡ് ചെയ്ത് കൊടുക്കുക. എസ് ഓഫ് പ്ലസ് പ്ലസ് ടോപ്പ് ഇൻക്രിമെന്റ് ചെയ്യും. ടോപ്പ് ഒന്ന് കൂടും.
ടോപ്പ് ഇൻക്രിമെന്റ് ചെയ്യും. നിങ്ങൾക്ക് ടോപ്പ് പ്ലസ് 1 എന്ന് കൊടുക്കാം. എന്നിട്ട് ആ ഐറ്റം എടുത്ത് ടോപ്പിലോട്ട് എടുത്ത് വയ്ക്കുക. ടോപ്പിലോട്ട് ഐറ്റം എടുത്ത് വയ്ക്കുക. ഐറ്റം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ടോപ്പിലോട്ട് ഒരു ഐറ്റം എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കാം. ഇതേപോലെ ഈസി ഒറ്റ ലൈനിൽ കൊടുത്തു. അപ്പം അങ്ങനെ ഇങ്ങനെയും കൊടുക്കാം, നിങ്ങൾക്ക് അല്ലാതെയും കൊടുക്കാം. ടോപ്പ് പ്ലസ് എസ് ഓഫ് ടോപ്പ് പ്ലസ് ടോപ്പും ഇൻക്രിമെന്റ് ചെയ്തിട്ട് ഐറ്റം എടുത്ത് വെച്ചിട്ട് ഒന്ന് ടോപ്പ് ഇൻക്രിമെന്റ് ചെയ്യും. നിങ്ങൾ പ്ലസ് പ്ലസ് ഇവിടെ കൊടുത്താൽ നമ്മൾ ഐറ്റം വെക്കുന്നതിന് മുമ്പ് ഇൻക്രിമെന്റ് ചെയ്യും. ഐറ്റം വെച്ചിട്ടാണ് ഇൻക്രിമെന്റ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് പ്ലസ് പ്ലസ് ടോപ്പ്. ഐറ്റം വെക്കുന്നതിന് മുമ്പ് ഇൻക്രിമെന്റ് ചെയ്യും, ഐറ്റം എടുത്ത് വയ്ക്കും. സോറി, പ്ലസ് പ്ലസ് ടോപ്പ് ആണെങ്കിൽ ടോപ്പ് പ്ലസ് പ്ലസ് ആണെങ്കിൽ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തിട്ട് ഐറ്റം എടുത്ത് വയ്ക്കുക. അല്ല, ഐറ്റം വെച്ചിട്ടതിന് ശേഷം ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും. അതാണ് പറയുന്നത്. അപ്പം ഇതിലോട്ട് ടോപ്പിലോട്ട് ഒരു ഐറ്റം എടുത്ത് വെച്ചു. ഇത് എസ് ഓഫ് സൈസ്. ഈ ഇതിലോട്ട് സ്റ്റാക്ക് ഫുൾ അല്ലെങ്കിൽ ഇതിനകത്തോട്ട് ഈ ഐറ്റം എടുത്ത് വെച്ച് കൊടുത്തു. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിനകത്ത് നമുക്കൊരു മെസ്സേജ് കൊടുക്കാം. പ്രിന്റ്എഫ് വേണമെങ്കിൽ കൊടുക്കാം. ഒരു ഐറ്റം പുഷായെന്ന് പറയണ്ടേ? ഐറ്റം പുഷായെന്ന് പി പുഷ്ഡ് %d onto the stack നോക്കാം. സ്റ്റാക്ക് നമുക്കൊരു നെക്സ്റ്റ് ലൈൻ വേണം. ഒരു നെക്സ്റ്റ് ലൈൻ ഇതിൽ അടുത്ത എലമെന്റ് ഒരു ഐറ്റം. ഈ ഐറ്റത്തിനെ നമ്മൾ അങ്ങോട്ട് പുഷ് ചെയ്തു. ഒരു ഐറ്റം നമുക്ക് അങ്ങോട്ട് പുഷ് ചെയ്യും. ഇതാണെങ്കിൽ നമുക്ക് ഒരു പുഷ് ചെയ്യാൻ സ്ഥലമില്ലെന്ന് പറയും. ഫുള്ളാണെങ്കിൽ കനോട്ട് പുഷ് സ്ഥലം ഉണ്ടെങ്കിൽ പുഷ് ഐറ്റം പുഷ്. ഇത്രയേ ഉള്ളൂ. പോപ്പിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് പുഷ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് പോപ്പ് ചെയ്ത് നോക്കാം. പോപ്പ് ഞാൻ ഇതേ ഒരു കാര്യം എടുത്ത് ഇവിടെ അങ്ങ് പേസ്റ്റ് ചെയ്യും. നിങ്ങൾ അങ്ങനെ ചെയ്യല്. എനിക്കൊരു ഈസിക്ക് വേണ്ടി ഞാൻ കൊടുക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ പെട്ടെന്ന് എൻ്റെ സമയം ലാഭിക്കാൻ ഞാൻ ഇവിടെ പോപ്പ് എന്ന് കൊടുക്കുന്ന ഫംഗ്ഷൻ നെയിം പോപ്പ് എന്ന് ഫംഗ്ഷൻ കൊടുത്തു. നമുക്ക് ഐറ്റം വേണ്ട. പോപ്പ് ചെയ്യാൻ നേരത്തെ എന്തിനാ ഐറ്റം? ഒരു എലമെന്റ് എടുത്ത് കളയില്ലേ. അപ്പം നമുക്ക് ആ സാധനം ആവശ്യമില്ല, ഒന്നും പാസ് ചെയ്യണ്ട. പോപ്പ് നമുക്ക് ഈ പുഷിന് മാത്രമേ ഐറ്റം വേണ്ടി വരുള്ളൂ. ഐറ്റം അതിനകത്തെടുത്ത് വെക്കുകയല്ലേ, ഇതെടുത്ത് കളയില്ലേ. അപ്പം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. പ്ലസ് പോപ്പ് ചെയ്യാൻ നേരത്ത് ഈ എം ടി ആണോ നോക്കണം. വല്ലതും ഉണ്ടെങ്കിലല്ലേ പോപ്പ് ചെയ്യാൻ പറ്റൂ. എം ടി ആണോ നോക്കാം. എം ടി ഫംഗ്ഷൻ എം ടി ഫംഗ്ഷൻ കോൾ ചെയ്തു. എം ടി ആണെങ്കിൽ നമ്മൾ പറയുക അണ്ടർഫ്ലോ എന്ന് പറയുക. അണ്ടർഫ്ലോ എം ടി ആണെങ്കിൽ അണ്ടർഫ്ലോ, അതായത് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വല്ലതും എടുത്ത് കളയാൻ പറ്റുമോ? ഇല്ലല്ലേ. അതാണ് ഇവിടെ പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഒരു കാലിയായി കിടക്കുന്ന സ്റ്റാക്കിനകത്ത് നിന്ന് പോപ്പ് ചെയ്ത് കളയാൻ പറ്റുമോ? ഇല്ല. അപ്പം അണ്ടർഫ്ലോ കനോട്ട് പോപ്പ് എടുത്തു. %d ആവശ്യമില്ല. ലൈറ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പം ഈ ഒരു സാധനം ആവശ്യമില്ല. ക്ലോസ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതൊന്ന് മൈനസ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു സാധനം ആവശ്യമില്ല. ഇതങ്ങ് ഡിലീറ്റ് ആക്കുക. ഇത് മാറ്റിയിട്ട് പോപ്ഡ് എലമെന്റ് നമുക്ക് പ്രിന്റ് ചെയ്ത് കൊടുക്കാം. പോപ്ഡ് എലമെന്റ് %d/n. നെക്സ്റ്റ് ലൈനാണ് /n സൂചിപ്പിക്കുക. അവിടെ ഉണ്ടായിരുന്നു പറഞ്ഞാൽ സോറി. നെക്സ്റ്റ് നമ്മൾ ഏത് എലമെന്റ് ആണ് പോപ്പ് ചെയ്തത്? എസ് ഓഫ് ടോപ്പ് -- കൊടുക്കാം. ടോപ്പ് ഒന്ന് ഡിക്രിമെന്റ് ചെയ്യും. ടോപ്പ് മൈനസ് ചെയ്യും. മണ്ടയിലിരിക്കുന്ന എലമെന്റ് ആണ് എടുത്ത് കളയുന്നത്. ടോപ്പ് ഒന്ന് മൈനസ് ചെയ്യും. എലമെന്റ് എടുത്ത് കളഞ്ഞു. ഇത്രയേ ഉള്ളൂ. എസ് ഓഫ് ടോപ്പ് -1. ടോപ്പ് ഒന്ന് ഡിക്രിമെന്റ് ചെയ്യും. എലമെന്റ് എടുത്ത് കളയും. ഇത്രയേ. ഒരു എലമെന്റ് പോപ്പ് ചെയ്ത് കളയും. ഏറ്റവും മണ്ടയിരിക്കുന്നതിൽ എടുത്ത് കളയാൻ പറ്റൂ. ഫസ്റ്റ് നമ്മളൊരു പേപ്പർ നോക്കുകയാണെങ്കിൽ ഏറ്റവും മണ്ടയിരിക്കുന്ന പേപ്പറിൽ എടുക്കുന്നത്. അതുപോലെ ആ പേപ്പർ എടുത്ത് ഞാൻ എക്സാമ്പിൾ വെച്ചാൽ ഒരു പേപ്പർ ടീച്ചർ ഇപ്പോൾ ഒരു പേപ്പർ വാങ്ങി. ഐറ്റം നമ്മളൊരു പേപ്പർ എടുത്ത് കൊടുത്തു. ആ ഐറ്റം ഇവിടെ പാസ് ചെയ്ത് കൊടുത്തു. ഇപ്പം ഒരു ക്ലാസ്സിൽ 30 പേരെ ഉള്ളെങ്കിൽ 30 പേരുടെ പേപ്പറാണ് വെച്ചത്. വെളിയിൽ നിന്ന് ഏതെങ്കിലും എഴുത്തം വന്ന് പരീക്ഷ എഴുതിയിട്ട് പേപ്പർ എടുത്ത് കൊടുക്കാൻ പറ്റത്തില്ല. ആ 30 പേര് കംപ്ലീറ്റ് ആയ സ്റ്റോപ്പ് ചെയ്തു. സൈസ് 30 ആണെങ്കിൽ ആ 30 പേര് ഫുൾ 30 പേര് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരുത്തം അഡീഷണൽ ആയിട്ട് കൊണ്ട് തന്ന കനോട്ട് പുഷ് അങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് വെക്കാൻ പറ്റത്തില്ലെന്ന് പറയും.
സ്ഥലം ഉണ്ടെങ്കിൽ ഇപ്പം 29 പേരായി ഒരാൾക്ക് കൂടെ വയ്ക്കാൻ സ്ഥലമുണ്ട്, അല്ലെങ്കിൽ 15 പേരായി കുറേ പേർക്ക് വയ്ക്കാൻ സ്ഥലമുണ്ട്. അപ്പം ടോപ്പിനെ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യുക, ടോപ്പ് ഒന്ന് മേലോട്ട് പോകും, ഐറ്റത്തിൻ്റെ അടുത്ത് അങ്ങോട്ട് വെച്ച് കൊടുക്കും. ഇത്രയുള്ള കാര്യം. ഇത് പോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു എലമെന്റിനെ എടുത്ത് കളഞ്ഞ് ഒരു പേപ്പർ അവന് നോക്കാൻ വേണ്ടി എടുത്ത്, ഏറ്റവും മണ്ടയിലിരിക്കുന്ന പേപ്പറിൽ നോക്കുന്ന ഒരാൾ നോക്കാൻ വേണ്ടി ആ പേപ്പർ ആൻസർ ചെക്ക് ചെയ്യാൻ വേണ്ടി ആ പേപ്പർ ഇങ്ങനെ എടുത്തു. ഇവിടെ പേപ്പറൊന്നും ഇല്ലാതെ എടുക്കാൻ പറ്റത്തില്ലല്ലോ, അല്ലെ ഉണ്ടെങ്കിലും എടുക്കാൻ പറ്റും. അതുകൊണ്ട് പേപ്പർ എടുത്തു, അതൊന്ന് ഇൻക്രിമെന്റ് ചെയ്തു. അപ്പോഴത്തേക്ക് ഈ സൈസ് കുറയില്ല. ഇപ്പം 30 പേപ്പർ ഉണ്ടെങ്കിൽ 30ാമത്തെ പേപ്പർ അങ്ങ് എടുത്ത് 29 ആവില്ല. അപ്പം അതൊന്ന് മൈനസ് ചെയ്ത് കൊടുക്കുക. ആ പ്രിന്റ് ഐറ്റം ഏത് സാധനമാണ് എടുത്ത് കളഞ്ഞിട്ട് അതങ്ങ് പറയുന്നു. ടോപ്പിന്റെ ഏറ്റവും മേളിരിക്കുന്ന എലമെന്റിൽ പോകണം. ആ ടോപ്പിന്റെ മേളിരിക്കുന്ന എലമെന്റ് പ്രിന്റ് ചെയ്തു. ടോപ്പിന്റെ എലമെന്റ് മേളിരിക്കുന്ന എലമെന്റ് മൈനസ് ചെയ്ത് എസ് ഓഫ് ടോപ്പും പ്രിന്റ് ചെയ്തു. ഇനി നമുക്ക് പീക്ക് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ, പോപ്പ് പീക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ പീക്ക് വെറുതെ ഇതിനു വേണ്ടിയാണ് ഞാൻ പറയുന്നത്. പീക്ക് ഏറ്റവും മേളിരിക്കുന്ന എലമെന്റ്, പലരും പീക്ക് പറയാറില്ല. പീക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിലിരിക്കുന്ന സ്റ്റാക്കിന്റെ ഏറ്റവും മേളിരിക്കുന്ന എലമെന്റ് പ്രിന്റ് ചെയ്യാനാണ്. മേളിരിക്കുന്ന ആ എലമെന്റ് മാത്രം. ഇഫ് എം ജി ആണോ ഇരിക്കുകയാണ്, നമുക്ക് ആ ഒരു സാധനം ഇവിടെ കിടക്കുന്നുണ്ട്, ഇതങ്ങ് പ്രിന്റ് ചെയ്താൽ മതി. വല്ലതും ഉണ്ടെങ്കിലല്ലേ മേളിലുണ്ടല്ലോ, ഉണ്ടെങ്കിലല്ലേ മേളിലല്ലേ സ്റ്റാക്കിൽ വല്ലതും ഉണ്ടെങ്കിലല്ലേ പ്രിന്റ് ചെയ്യാൻ പറ്റൂ. അത് ചെക്ക് ചെയ്തു. എൽസിലോട്ട് വന്നതിന് ശേഷം പ്രിന്റ് എഫ് എസ് ഓഫ് ടോപ്പ് എന്ന് പ്രിന്റ് ചെയ്താൽ മതി. പ്രിന്റ് എഫ് ഞാൻ ഈ സാധനം തന്നെ കോപ്പി ചെയ്തെടുത്ത് എനിക്ക് സമയം ലാഭിക്കാനാണ്. യൂട്യൂബ് വീഡിയോ ആകുമ്പോൾ ഈ ടൈമിൻ്റെ കുറവുള്ളതാണ്. പേസ്റ്റ് ചെയ്തു. ഇനി ഞാൻ എസ് ഓഫ് ടോപ്പ് എന്ന് പറഞ്ഞത് ഏറ്റവും ടോപ്പ് ഇരിക്കുന്ന എലമെന്റ്. എസ് ഓഫ് ടോപ്പ് കറന്റ് ടോപ്പിനകത്തുള്ള ഏറ്റവും മുകളിലെ സ്റ്റാക്കിലെ ഏറ്റവും ഫസ്റ്റ്. ഇപ്പം ഞാൻ ഒരു പേപ്പർ നോക്കുന്നു, 30 പേരെ പേപ്പറുണ്ട്. ഫസ്റ്റ് എലമെന്റ് അതിനകത്തിരിക്കുന്ന ഏറ്റവും മേളിൽ ഇരിക്കുന്ന എലമെന്റ്, അതായത് ലാസ്റ്റ് വെച്ച പേപ്പറിൽ ഫസ്റ്റ് എടുക്കുന്ന ആ ലാസ്റ്റ് വെച്ച പേപ്പറിന്റെ ആളെ നെയിം മാത്രം ഒന്ന് പ്രിന്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. ആ ആളെ പേപ്പർ ആരെ പേപ്പറാണെന്ന് മാത്രം പ്രിന്റ് ചെയ്യുക. എസ് ഓഫ് ടോപ്പ് ആളെ പേര്. അപ്പം എസ് ഓഫ് ടോപ്പ് ദ ടോപ്പ് എലമെന്റ് എന്ന് കൊടുക്കാം. സോറി, ടോപ്പ് എലമെന്റ്. അപ്പൊ എന്തെങ്കിലും നോട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാതിരിക്കല്ലേ. അപ്പം %G(E)(N) ഈ ടോപ്പിന് പ്രിന്റ് ചെയ്തു. ഇത്രയാണ് പീക്കിൽ വരുന്നത്. ഇനി നമുക്ക് ഡിസ്പ്ലേ ഉണ്ട്. വോയിഡ് ഡിസ്പ്ലേ. ഈ സ്റ്റാക്ക് മൊത്തം ഒന്ന് പ്രിന്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ അവസാനം റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ നേരത്ത് എല്ലാ ആൾക്കാരും പേര് കൊടുക്കൂലേ, ആദ്യം തൊട്ട് റോൾ നമ്പർ അനുസരിച്ചല്ലേ. അപ്പോൾ ആ റോൾ നമ്പർ അനുസരിച്ച് എല്ലാവരുടെയും റിസൾട്ട് ഒന്ന് പ്രിന്റ് ചെയ്യുക. അതുപോലെ ഡിസ്പ്ലേ കൊടുക്കുക, എല്ലാവരെയും മാർക്ക് അങ്ങ് കൊടുക്കുക, പേര് അനുസരിച്ച് മാർക്ക്. ഡിസ്പ്ലേ എന്ന് പറയുന്ന ഫംഗ്ഷൻ റിട്ടേൺ ടൈപ്പ് വോയിഡ് ആണ്. ഇത് നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ നേരത്ത് വല്ലതും ഉണ്ടെങ്കിലേ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എന്ത് കാര്യം ചെക്ക് ചെയ്യുക. ഡിസ്പ്ലേ ആണെങ്കിൽ വല്ലതും ഉണ്ടാവണ്ടേ, അപ്പം ആ ഉണ്ടാവുന്ന കാര്യം ചെക്ക് ചെയ്യുന്നതേ ഉള്ളൂ. ഇനി എൽസ് അല്ല ഉണ്ടെങ്കിൽ പ്രിന്റ് ചെയ്യും, ഇല്ലെങ്കിൽ നമ്മൾ എൽസിലോട്ട് ഒന്നും ഉണ്ടെങ്കിൽ എൽസിലോട്ട് വരും, ഇല്ലെങ്കിൽ അവിടെ നിൽക്കും, സ്റ്റോപ്പ് ആവും. എൽസിലോട്ട് വന്നതിന് ശേഷം പ്രിന്റ് എഫ് സ്റ്റാക്ക് എലമെന്റ്സ് ടോപ്പ് ടു ബോട്ടം. ടോപ്പിൽ നിന്ന് ബോട്ടം വരെയാണ് പ്രിന്റ് ചെയ്യുന്നത് കേട്ടോ. സ്റ്റാക്ക് ടോപ്പ് എലമെന്റ് ഞാൻ ബ്രാക്കറ്റിൽ കൊടുക്കാൻ ടോപ്പ് ടു ബോട്ടം. ടോപ്പ് ടു ബോട്ടം പ്രിന്റ് ചെയ്തു, ടോപ്പ് ടു ബോട്ടം. പിന്നെ നെക്സ്റ്റ് ലൈൻ കൊടുത്തൊരു നെക്സ്റ്റ് ലൈനിൽ പ്രിന്റ് ചെയ്യാം. അതിനുശേഷം ഈ ഒരു ഇത് ക്ലോസ് ചെയ്തതിനു ശേഷം നമുക്ക് പ്രിന്റ് ചെയ്യാൻ ഫോർ ഇൻറ്റ് ഐ ഈക്വൽ ടു ഞാൻ ഇതിൻ്റെ ഐ ഈക്വൽ ടു ടോപ്പ്. നമുക്ക് പ്രിന്റ് ചെയ്യുന്ന ടോപ്പ് തൊട്ട് താഴെ, ടോപ്പിൽ നിന്ന് താഴെ വരെയാണ് പ്രിന്റ് ചെയ്യുന്നത്. ടോപ്പാണ് നമ്മൾ ലാസ്റ്റിംഗ് ഫസ്റ്റ് ഔട്ട്. അപ്പം ടോപ്പ് മുതൽ ലാസ്റ്റ് ഏറ്റവും അടിയിൽ വരാൻ പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പം ടോപ്പ് തൊട്ട് തുടങ്ങുക. ഐ ഈക്വൽ ടു ടോപ്പ്, ഐ ടോപ്പിൽ നിന്ന് തുടങ്ങുക. ടോപ്പിലെ എലമെന്റ് ഇപ്പം നമ്മൾ ടോപ്പിലെ എലമെന്റ് 30 ആണെങ്കിൽ 30ാമത്തെ റോൾ നമ്പർ, ഇപ്പം 30ാമത്തെ പേപ്പർ തൊട്ട്
ഒന്നാമത്തെ പേപ്പർ വരെ ടോപ്പ് തൊട്ട് തുടങ്ങും. 30ാമത്തെ പേപ്പർ തൊട്ട് എടുത്ത് ടീച്ചർ എടുത്ത് ചെക്ക് ചെയ്ത് തുടങ്ങി അത് പ്രിന്റ് ചെയ്യാണ്. അപ്പം 30ാമത്തെ ചെറുക്കൻ്റെ മാർക്കിൽ ഫസ്റ്റ് ഇടുന്ന, അപ്പം 30ാമത്തെ ചെറുക്കൻ്റെ മാർക്ക് തൊട്ടിട്ട് 29ാമത് 29 അങ്ങനെ 28 27 26 25 24 23 22 21 അങ്ങനെ വരും. ടോപ്പ് തൊട്ട് തുടങ്ങും. ടോപ്പിൽ എലമെന്റ് ഇപ്പം 30ാമത്തെ ചെറുക്കൻ തൊട്ട് തുടങ്ങും. പിന്നെ ഇന്റെ ഐ ഈക്വൽ ടു ടോപ്പ്, സോറി ഇന്റെ ഐ വേണം, ഇന്റെ ഐ ഈക്വൽ ടു ടോപ്പ് തൊട്ട് തുടങ്ങും. പിന്നെ ഐ ലെസ് സോറി ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, അതായത് ഏറ്റവും അവസാനം വരെ ടോപ്പ് തൊട്ട് തുടങ്ങിയിട്ട് ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, അതായത് ഇതിന്റെ അടി വരെ ബോട്ടം വരെ, ബോട്ടം ഇരിക്കുന്ന പേപ്പർ 0 ആവുന്ന വരെ, 0 ആവുന്ന വരെ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവുന്ന വരെ. -1 തൊട്ടൊന്നും ഇല്ലല്ലേ, ടോപ്പ് 0 വരെ ആകുമ്പോൾ ഐ 0 വരെ പോകും. അതായത് ടോപ്പിലെ എലമെന്റ് തൊട്ട് 0 വരെ, 0th നമ്പർ വരെ. ഇപ്പൊ 30 ആണെങ്കിൽ 30 തൊട്ട് 0 ബേക്കിലോട്ട് 30 ഓരോ ആളെയും മാർക്ക് എഴുതി ഒന്നാമത്തെ ആളെ റോൾ നമ്പർ, 0ാമത്തെ ആളെ റോൾ നമ്പർ. അപ്പൊ ഈ സൈസ് ഇൻഡെക്സ് 0 തൊട്ടല്ലേ തുടങ്ങുന്നത്, ഇൻഡെക്സ് 0ാമത്തെ ആളെ മാർക്ക് വരെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യും. അതായത് മാർക്ക് എക്സാമ്പിൾ ആണ് ഈ പറയുന്നത്. ഐ മൈനസ് ചെയ്തല്ലേ പോണത്, മൈനസ് ഇല്ലേ, നമ്മൾ മേളിലോട്ട് പോയാണെങ്കിൽ ++, ഓരോ എലമെന്റ് ++ പ്രിന്റ് ചെയ്ത് പോകാം. ഇത് മൈനസ് അടിയിലോട്ടാണ് പോണത്. ഇപ്പൊ 30 തൊട്ട് 1 വരെയല്ലേ പോകണം. അപ്പൊ മൈനസ് അങ്ങനെയാണ് പോണത്. അപ്പോൾ ഈ ഒരു ലൂപ്പ് മനസ്സിലാക്കി കഴിക്കുന്നു. ലൂപ്പൊക്കെ ഞാൻ വളരെ വൃത്തിയായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിന് ചാനലിനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. printf ശേഷം നമ്മൾ ആ സ്റ്റാക്ക് ഞാൻ പ്രിന്റ് ചെയ്യാണ്. സ്പേസ് കൊടുത്തതിന് ശേഷം നമുക്ക് വേണം വല്ല ഇമോജി വല്ലതും ആഡ് ചെയ്യാൻ. അവിടെ ഇതൊക്കെ കൊടുക്കുന്നത് ടൈമില്ല. അപ്പം ഇങ്ങനെ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ലൈൻ കൊടുത്തതിന് ശേഷം നമ്മളുടെ SOI, അതായത് അറിലുള്ള മൊത്തം ഈ ഐ എടുത്ത് ഐ ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് ഇൻക്രിമെന്റിൽ ടോപ്പ് ഫസ്റ്റ് പ്രിന്റ് ചെയ്യും, സെക്കൻഡ് ഇൻക്രിമെന്റേഷൻ നടക്കും. അതുപോലെ ഇതാണ് കണ്ടീഷൻ, ടോപ്പ് ഐ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരെ പോകും. ഓരോ ഐട്രേഷനിലും ഫസ്റ്റ് ഐട്രേഷനിൽ 30 പ്രിന്റ് ചെയ്യും, സെക്കൻഡാമത്തെ ഐട്രേഷൻ വരും, തേർഡ് ഐട്രേഷൻ വരും. അങ്ങനെ ഐട്രേഷൻ ഇങ്ങനെ കറങ്ങി ഈ ലൂപ്പിന്റെ കറക്കമാണ്. ലൂപ്പ് കറങ്ങി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവുന്നവരെ ഉള്ള ആളെ വരെ ടീച്ചർ ഫസ്റ്റ് മാർക്ക് എഴുതി, സെക്കൻഡ് മാർക്ക് എഴുതി, തേർഡ് മാർക്ക് എഴുതി, ഫോർത്ത് ആളെ പേരും മാർക്ക് എഴുതി, ആൻഡ് ഫിഫ്ത്ത് അങ്ങനെ, സോറി തിരിച്ചാണ് കേട്ടോ, 30ാമത്തെ എഴുതി, 29ാമത്തെ എഴുതി, 28 എഴുതി, 26 എഴുതി, അങ്ങനെ ബേക്കിലോട്ട് ആളെ മാർക്ക് എഴുതി 0 ഓരോരുത്തരെയും മാർക്ക് ചെക്ക് ചെയ്യും എഴുതും. മാർക്ക് ചെക്ക് ചെയ്യണ്ടേ, ചെക്ക് ചെയ്യും എഴുതും, പേരും നമ്പരും ഒക്കെ ചെക്ക് ചെയ്യും എഴുതും. അങ്ങനെ എഴുതി വരും. അപ്പം SOI ഓരോ ഐയും വരും. ഓരോ ഐ എന്ന് പറഞ്ഞാൽ ഈ ഒരു കണ്ടീഷൻ ഓരോ ഐട്രേഷനും ഇങ്ങനെ നടക്കും. അപ്പം ലൂപ്പിന്റെ വർക്കിംഗ് ഒക്കെ അറിയാമോ? ലൂപ്പ് കുറെ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ വർക്കിംഗ് ഒക്കെ അറിഞ്ഞിരിക്കണം. എന്നാലേ നമുക്ക് ഈ കോൺസെപ്റ്റ് പിടികിട്ടിയിട്ടാണ് ഈ ലൂപ്പ് എന്താണ്. പലർക്കും ഈ ലൂപ്പ് എന്തിനാ യൂസ് ചെയ്യുന്നത് അറിഞ്ഞുകൂടാ, ലൂപ്പ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൂടാ. ഇങ്ങനെയൊക്കെയാണ് പ്രോഗ്രാം ചെയ്യുന്നത്. വെറുതെ അങ്ങ് കാണാതെ പിടിച്ചായിരിക്കും പലരും ചെയ്യുന്നത്. അപ്പം ആരും കാണാതെ പിടിക്കാൻ ശ്രമിക്കില്ല. ഈ ലൂപ്പിന്റെ ഒക്കെ വർക്കിംഗ് അറിഞ്ഞിരിക്കണം. അപ്പം ഈ സ്റ്റാക്ക് ഞാൻ പ്രിന്റ് ചെയ്തു. അതിനുശേഷം നമുക്ക് രണ്ട് വേണമെങ്കിൽ ഇത്രയുള്ള സ്റ്റാക്കിന്റെ ഓപ്പറേഷൻസ്, പോപ്പ് പീക്ക് ഡിസ്പ്ലേ. ഇനി വേണമെങ്കിൽ സ്റ്റാക്ക് ഡോട്ട് ക്ലിയർ, ഒരു രസത്തിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ക്ലിയർ എന്നൊക്കെ കൊടുക്കാം. ക്ലിയർ എന്ന് പറഞ്ഞാൽ ഒരു നമുക്ക് സ്വന്തമായിട്ടൊരു ഫംഗ്ഷനൊക്കെ ഉണ്ടായി ക്ലിയർ ചെയ്യാനൊക്കെ ഒരു കാര്യങ്ങൾ ചെയ്യാം. ഞാൻ എൻ്റെതായ ഇതിൽ ഞാൻ ചെയ്യുന്നതാണ്, പഠിപ്പിച്ചെന്നൊന്നുമല്ല ആരും. പഠിപ്പിച്ചത് ഞാൻ പഠിച്ചിട്ടുള്ള എന്താണ് ഡിസ്പ്ലേ, പോപ്പ്, പിന്നെ ക്ലിയർ എന്ന് പറഞ്ഞാൽ ഞാൻ സ്വന്തമായിട്ട് ഡിഫൈൻ ചെയ്തതാണ്. ഇത് ഇങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു, ഞാൻ ഇതുമായിട്ട് നോക്കിയിട്ടില്ല. ക്ലിയർ ഞാൻ ടെസ്റ്റിലൊക്കെ നോക്കിയിട്ടുള്ളതിൽ പോപ്പ്, പുഷ്, പീക്കും വലുതായിട്ട് കുറേ ടെസ്റ്റിൽ ഇല്ലായിരുന്നു. നിങ്ങൾക്ക് പഠിക്കാൻ നല്ലൊരു ബുക്കുണ്ട് ബിഗിനേഴ്സിന് കോഡിങ് പഠിക്കാൻ. ഞാൻ ഇപ്പോഴാണ് അതിൻ്റെ ഒരു കാര്യം ഓർത്തത്. നിങ്ങൾക്ക് ഹെഡ് ഫസ്റ്റിൻ്റെ നിങ്ങൾക്ക് ജാവ, പൈത്തൺ, C++, C#, ഇങ്ങനെ കുറേ പ്രോഗ്രാമിലാണ്. വളരെ കുറച്ച് ഫണ്ണായിട്ടുള്ള ഒരു ബുക്കാണ്. അപ്പം നമുക്ക് എൻജോയ് ചെയ്ത് പഠിക്കാം. അത്ര നല്ല ബുക്കാണ്. അപ്പം അത് നമുക്ക് വേണമെങ്കിൽ എടുക്കാം, ലൈബ്രറീസൊക്കെ കാണും. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നോക്കി. അപ്പം ക്ലിയർ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ടോപ്പിക്കൽ -1 കൊടുത്താൽ മതി.
ടോപ്പ് -1 ആക്കി. ടോപ്പ് ഇപ്പം 30 ഇരിക്കുകയാണെങ്കിൽ -1 എടുത്ത് കളയുക. എല്ലാ പേപ്പറുകളും കളയുക. ഇപ്പം ചില പണ്ടൊക്കെ ഈ 8, 5, 6, 7 ക്ലാസ്സിലൊക്കെ അവസാനത്തെ പരീക്ഷയ്ക്ക് ഞാൻ വെറുതെ പറയാണ്, ഒരു എക്സാമ്പിളായിട്ട് പറയാണ്, ടീച്ചർമാരൊന്നും പേപ്പർ വലുതായിട്ട് നോക്കാൻ നിൽക്കത്തില്ല. മാർക്കൊക്കെ എന്തിന് അവർ ഈ ഗവൺമെൻറ് സ്കൂളിലൊക്കെ അങ്ങ് ജയിപ്പിച്ചു വിടുകയാണ് അവർ. എൻ്റെ ഒരു നിഗമനത്തിൽ മാർക്കൊന്നും അറിയിക്കത്തില്ലായിരിക്കും. ഇപ്പം എല്ലാ നിയമങ്ങളും മാറിയിട്ടുണ്ട്. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു തോന്നുന്നു ചില സമയത്ത് ഞാൻ പഠിച്ചപ്പോഴൊക്കെ. അപ്പം നമ്മൾ ടീച്ചർമാരൊന്നും പേപ്പർ നോക്കത്തില്ല. എടുത്ത് വാങ്ങിക്കൊണ്ട് പോകും, എടുത്തങ്ങ് കളയും, എടുത്തങ്ങ് മാറ്റി കളയും. വേണ്ട, ആവശ്യമില്ല, ഒന്ന് പ്രിന്റ് ചെയ്തില്ല, അപ്പോൾ ക്ലിയർ ചെയ്ത് എല്ലായിടത്തും കളഞ്ഞു. അതുപോലെ ടോപ്പൊക്കെ -1 ആക്കി വെച്ചാൽ മതി, എല്ലായിടത്തും കളഞ്ഞാൽ മതി. ടോപ്പ് ഈക്വൽ ടു -1 ക്ലിയർ ആയി, സ്റ്റാക്ക് ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് ചൂടിൻ്റെ ചിഹ്നമൊക്കെ എടുത്ത് വെച്ചിട്ട് തൂത്ത് കളയാം. ഞാൻ ഇങ്ങനെ ചെയ്യാൻ നേരത്ത് കുറെ ഇമോജിയൊക്കെ ആഡ് ചെയ്യാൻ നല്ല രസമാണ്. ഇമോജിയൊക്കെ വെക്കുന്നത് ഈ ക്ലിയർ ചെയ്യാൻ നേരത്ത് ഞാൻ സ്റ്റാക്ക് ക്ലിയർ ചെയ്തു. അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ഇപ്പം എൻ്റെ ഇതിനകത്ത് ഇമോജിയൊക്കെ എടുക്കാൻ കുറെ കടിച്ച് ഞാൻ ഉബണ്ടുവിൽ ചെയ്യാൻ നേരത്ത് ഇപ്പോൾ വിൻഡോസാണ്. വിൻഡോസിൽ ഇമോജി ചിഹ്നത്തിൻ്റെ ഈ എനിക്ക് അറിഞ്ഞൂടാ. അതൊക്കെ അറിയാൻ നേരത്ത് ഞാൻ വിൻഡോസിലാണെങ്കിൽ ഉബണ്ടുവിലാണെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഇമോജിയൊക്കെ വരും. പണ്ട് ചെയ്തതാണ് സ്റ്റാക്കൊക്കെ. വോയിഡ് മീൻസ് കുറച്ചാൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. സ്റ്റാക്ക് സൈസ് വാങ്ങി പ്രിന്റ് ചെയ്യും. ഇപ്പം കറന്റ് സ്റ്റാക്കിന്റെ സൈസ് ഇത്രയാണെന്ന് ഇതൊക്കെ ഞാൻ വെറുതെ കൊടുക്കുകയാണ് ഒരു ദിവസത്തെ. നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ സീലോ ഇവിടെ ഒന്നും സ്പേസ് ഒന്നും ഇട്ട് കൊടുക്കല്. ഇറകളാണ് പ്രിന്റ് സ്റ്റാക്ക് സൈസ് പ്രിന്റ് ചെയ്യണമെങ്കിൽ ഒന്നും എന്ത് ചെയ്യണം, സൈസ് വേണമെങ്കിൽ കറണ്ട് സൈസ് കൊടുക്കാം. കറണ്ട് സൈസ് അപ്പോൾ ചെയ്യാൻ പറ്റൊരു ഫ്ലോയിലങ്ങ് മറന്നു. ഇതൊക്കെ സൈൻസ് പ്ലസിന് ഡി ഒരു രീതി വേണം. പിന്നെ D/D അത് നമ്മൾ മെയിൻ സൈസ് ബൈ സൈസ് എത്ര ഉണ്ടെന്ന്. മെയിൻ സൈസ് ഇപ്പോൾ 5 ആണ്. 5 ഞാൻ 5 ആണ് കൊടുത്തിരിക്കുന്ന സ്റ്റാക്കിൻ്റെ സൈസ്. ഇപ്പോൾ ടോപ്പ് പ്ലസ് വൺ അതായത് ഇപ്പോൾ 0 തൊട്ട് തുടങ്ങുന്നതുകൊണ്ട് ടോപ്പ് +1 എന്ന് കൊടുത്തതിനുള്ള 0 തൊട്ട് തുടങ്ങുന്നതുകൊണ്ടാണ് ഇപ്പം കറക്റ്റ് സൈസിൻ്റെ ഈ സൈസിൻ്റെ 5ൻ്റെ കറക്റ്റ് ഇത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ടോപ്പ്+1 സൈസ്. നമ്മൾ മെയിൻ സൈസ് 5. ഇപ്പം കറൻ്റ്ലി എത്ര സൈസ് എന്ന് പറയും. ഇപ്പം 2 ഉണ്ടെങ്കിൽ 2/5 സൈസ് 5 ആണ്. അതിനകത്ത് 2 എലമെൻറ്റേ ഉള്ളൂ, അത്രയും കാണിക്കുന്നത്. അപ്പം സൈസും കഴിഞ്ഞ് ഇനി നമുക്ക് എന്ത് വേണം, മെയിൻ ഫംഗ്ഷൻ ഒരു മെനു ഡ്രിവനായിട്ട്. ഈ ഡാറ്റ സ്ട്രക്ചറിലെ എല്ലാ പ്രോഗ്രാമും നമ്മൾ മെനു ഡ്രിവനായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഓപ്ഷൻ കൊടുക്കും, പിന്നെ പോപ്പ് ചെയ്യണം. സിയിലേക്ക് ആകുമ്പോൾ ജാവയിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം. ജാവയിൽ ബിൽറ്റിംഗ് ക്ലാസ്സസ് ഉണ്ട്, സ്റ്റാക്ക് ഉണ്ട്, ലിങ്ക് ലിസ്റ്റ്, ക്യൂ, ഇങ്ങനെ സ്റ്റാക്ക്, ഇൻറ്റിജർ സ്റ്റാക്ക്, ന്യൂ സ്റ്റാക്ക് എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. ഇപ്പം സ്റ്റാക്ക് നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാം. ഇൻറ്റ് മെയിൻ നമ്മളെ മെയിൻ ഫംഗ്ഷൻ, അതിൽ നമുക്ക് വേണ്ടിയത് ഒരു ഇൻറ്റ് ചോയ്സ് വേണം. യൂസറിന് നമുക്ക് മെനു ഡ്രോൺ ചെയ്യാൻ ഒരു ചോയ്സ് വേണം. പിന്നെ ഒരു ഐറ്റം വേണം പാസ് ചെയ്യാൻ. ഒരു ഐറ്റം നമ്മൾ ഈ പുഷ് ചെയ്യാൻ നേരത്ത് നമുക്കൊരു ഐറ്റം പാസ് ചെയ്യണ്ടേ, അപ്പോൾ ആ ഐറ്റം ഇവിടെ പാസ് ചെയ്യണം. പിന്നെ ഈ മെനു ഡ്രിവൻ കംപ്ലീറ്റ് വർക്കാവാൻ, യൂസർ എക്സിറ്റ് കൊടുക്കുന്നവരെ വർക്കാവാൻ വേണ്ടി വൈൽ ലൂപ്പിലാണ് ഞാൻ ചെയ്യുന്നത്. വൈൽ 1, അതായത് ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും, തീരത്തില്ല. യൂസർ എക്സിറ്റ് ചെയ്യാതെ തീരത്തില്ല. ഇപ്പം നമ്മൾ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും ചോദിക്കും. അല്ലാതെ നമ്മൾ ഒരു വട്ടം ഇപ്പം ലൂപ്പിൽ ഇട്ടില്ലെങ്കിൽ നമുക്ക് ഒരു വട്ടം പുഷ് ചെയ്യാൻ ചോദിച്ച് പിന്നെ നമ്മൾ ആദ്യം തൊട്ടൊന്നും കൂടെ റൺ ചെയ്യേണ്ടി വരും. ഇതാകുമ്പം സ്റ്റോപ്പ് ആകത്തില്ല, നമുക്ക് എത്ര വട്ടം വേണമെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കാം. അപ്പം printf ഒരു ഡിസൈനൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ ഇങ്ങനെ കൊടുത്ത് ഇനി സ്റ്റാക്ക് ഓപ്പറേഷൻ നോക്കാം. സ്റ്റാക്ക് മെനു എന്ന് കൊടുക്കാം. ഒരു മെനു ഡ്രിവൻ അല്ലേ, അപ്പം മെനു എന്ന് കൊടുക്കാം. അപ്പോൾ എന്നും കൊടുത്തു വേണം കൊടുത്താൽ ടൈം പോകാതെ നോക്കണം. നമ്മളെ ടൈം കോംപ്ലക്സിറ്റി, സ്പേസ് കോംപ്ലക്സിറ്റി ഒക്കെ
ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. ഇതിൽ ഞാൻ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. നമുക്ക് ചെയ്യാം. ഫസ്റ്റ് പുഷ് വേണോ നോക്കാം. പുഷ് രണ്ടാമത്തെ ഓപ്പറേഷൻ പോപ്പ് വേണോ. മൂന്നാമത്തെ ഓപ്പറേഷൻ പീക്ക് വേണോ. പീക്ക്. നാലാമത്തെ ഓപ്പറേഷൻ ഡിസ്പ്ലേ വേണോ. അഞ്ചാമത്തെ ഓപ്പറേഷൻ സൈസ് എത്രയാണെന്ന് അറിയാം നോക്കി. അഞ്ചാമത്തെ ഓപ്പറേഷൻ നിൽക്കുക. പിന്നെ നമുക്ക് വേണ്ടിയത് സൈസായി ഇനി ക്ലിയർ വേണം. ക്ലിയർ 6. ക്ലിയർ 6. 7 നമുക്ക് എക്സിറ്റ് കൊടുക്കാം. ഇത്രയല്ലേ നമ്മൾ ഓപ്പറേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. 7 എക്സിറ്റ്. ഉണ്ടായി കൊടുക്കും. ഇത്രയാണ് നമ്മൾ നാച്ചുറൽ ഓപ്പറേഷൻസ്. നമുക്ക് ഇനി എൻ്റെ ഓഫ് ദ ചോയ്സ് നോക്കാം. എൻ്റെ ഓഫ് ദ ചോയ്സ് അവിടെ ന്യൂ ലൈൻ കൊടുക്കുന്നില്ല. എനിക്ക് ഈ ലൈനിൽ തന്നെ യൂസറിൻ്റെ ഇൻപുട്ട് വാങ്ങുന്നതുകൊണ്ട് ഞാൻ ഇത് ഇവിടെ തന്നെ കൊടുത്തു. സ്കാനഫ് ഇൻപുട്ട് വാങ്ങാം. സ്കാനഫ് %d, ചോയ്സ്. നമ്മൾ ചോയ്സ് വാങ്ങി. ചോയ്സ് ഞാൻ അവിടെ സ്മാൾ ലെറ്റർ ആണോ. സോറി, ഇവിടെ ചോയ്സ് ഇങ്ങനെയൊക്കെ തന്നെ. ചോയ്സ് നമ്മൾ യൂസറിൻ്റെ തന്നെ വാങ്ങി. പിന്നെ നമുക്ക് സ്വിച്ച്. ഇതെല്ലാം ഈ വൈൽ ലൂപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. മറ്റേത് ആകുമ്പോൾ നമ്മൾ ഈ ലൂപ്പിൽ കൊടുത്തില്ലെങ്കിൽ നമ്മളൊരു സാധാരണ കൊടുത്താൽ നമുക്ക് ഒരു വട്ടം ചെയ്യാൻ പറ്റും. പിന്നെ ഒന്നും കൂടെ റൺ ആക്കേണ്ടി വരും. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് നമ്മൾ സ്വിച്ച് കേസ് വെച്ചാണ് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് ന്യൂട്രലിനല്ല സ്വിച്ച് കേസ് വെച്ചാണ് ചെയ്യുന്നത്. ചോയ്സ് ഇവിടെ കൊടുത്തു. അതിനുശേഷം കേസ് 1 യൂസർ കേസ് 1 നിൽക്കിയാൽ ഓപ്ഷൻ കൂടെ കൊടുത്താൽ 1 നിൽക്കിയാൽ നമുക്ക് പ്രിന്റ് എൻ്റർ ദ നമ്പർ. ഇവിടെ മാത്രമേ നമുക്ക് ആവശ്യമില്ല. പ്രിന്റ് എഫ് എൻ്റർ ദ ഐറ്റം ടു പുഷ് എന്ന് കൊടുക്കുക. അതിനുശേഷം സ്കാനഫ് ഐറ്റം കൊടുക്കുക. നമ്മൾ ഐറ്റം നേരത്തെ ഇതിനാണ് ഐറ്റം. പുഷിന് മാത്രം ഐറ്റം മതി. അകത്തോട്ട് കയറ്റ ഐറ്റം ഇതിന് മാത്രം മതി. സ്കാനഫ് %d ഐറ്റം ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് പുഷ് ഫംഗ്ഷൻ കോൾ ചെയ്യണം. ഫംഗ്ഷൻ കോളിങ് മനസ്സിലാവണം. പുഷ് ഓഫ് ഈ ഒരു ഐറ്റം നമ്മളിവിടെ പാസ് ചെയ്യുക. സി പ്രോഗ്രാം അറിയാൻ പഠിച്ചിട്ട് വരണം. ഒരു പകയും പിടികിട്ടത്തില്ല. ഐറ്റം ഈ ഫംഗ്ഷൻ കോളിംഗ് ഒക്കെ പഠിക്കാൻ നേരത്തെ മനസ്സിലാവും. ഈ ഒരു ഐറ്റം ഇപ്പൊ യൂസറുടെ ഇവിടെ ഇതാണ് മെയിൻ പ്രോഗ്രാം. ഇവിടെ നിന്നാണ് ഫംഗ്ഷൻ എല്ലാം കോൾ ചെയ്യുന്നത്. ബാക്കി എല്ലാം ചെയ്തും മറ്റേ ഫംഗ്ഷനാണ് മെയിൻ ഫംഗ്ഷനാണ്. ഈ ഒരു ഐറ്റം നമ്മൾ ഈ പുഷിലോട്ട് കൊടുക്കും. പുഷ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഈ പുഷിലിന്റെ ഫംഗ്ഷനിലോട്ട് ഈ ഐറ്റം പോകും. ഇവിടെ കിടക്കുന്ന ഈ ഐറ്റത്തിലോട്ട് ഇത് വരും. ചെക്ക് ചെയ്യും. സ്ഥലം ഉണ്ടാവും. ചെക്ക് ചെയ്യും. സ്ഥലം ഉണ്ടെങ്കിൽ ഈ ഐറ്റത്തെ എടുത്ത് ഈ സ്റ്റാഗിലോട്ടങ്ങ് വയ്ക്കും. അതായത് നമ്മളിവിടെ കൊടുക്കുന്ന ഐറ്റം മനസ്സിലാകാനായിരിക്കും. ആ ഐറ്റം ഇവിടെ കൊടുത്തു. അതിനുശേഷം നമ്മൾ എപ്പോഴും മറക്കല് ഒരു കേസ് തുടങ്ങി അത് അവസാനം ബ്രേക്ക് കൊടുക്കണം. ബ്രേക്ക് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കേസിലോട്ട് വരിക. കേസ് 2 അതിനുശേഷം ഇനി നമുക്ക് എളുപ്പമാണ് പോപ്പ് എലമെന്റ്. പോപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ബ്രേക്ക് കൊടുക്കുക. നമുക്ക് അവിടെ മാത്രമേ ഐറ്റത്തിന് കൊടുക്കുന്നുള്ളതുകൊണ്ട് മാത്രമേ അവിടെ ഒരു കുറച്ച് കാര്യങ്ങൾ വരുന്നുള്ളൂ. കേസ് 3 നമുക്ക് ഇനി എന്താണ്
കേസ് 3 എന്നുള്ളതാണ് പീക്കാണ്. പീക്ക് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്യുക, പീക്ക് നടത്തുക, ബ്രേക്ക് കൊടുക്കുക, നെക്സ്റ്റ് കേസ് 4 നമ്മളെന്താണ് കൊടുത്തത്, ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്യുക, ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ ബ്രേക്ക് കൊടുക്കുക. ഞാൻ സ്പീഡിന് എഴുതുകയാണ്. കേസ് 5 നമ്മൾ കൊടുത്തത് 5 സൈസാണ്. സൈസ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്യുക, ബ്രേക്ക് കൊടുക്കുക. അതുപോലെ തന്നെ ഇനി നമുക്ക് കേസ് 6 നമ്മൾ കൊടുത്തത് ബ്രേക്ക് കൊടുത്തു, പിന്നെ സൈസ് കൊടുത്തു. സൈസ് കഴിഞ്ഞാൽ ക്ലിയർ ആണ്. ക്ലിയർ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്ത് ഇവിടെ ക്ലിയർ എന്ന് തന്നെയാണ് നമ്മൾ കൊടുത്തത്. നോക്കിയാലോ, ഫംഗ്ഷൻ നെയിം ഡിസ്പ്ലേ ക്ലിയർ. ഓക്കെ, ഫംഗ്ഷൻ കൊടുത്തു, ബ്രേക്ക് കൊടുത്തു. നെക്സ്റ്റ് കേസ് 7 നമ്മൾ കൊടുത്തു. അതിനുശേഷം നമ്മൾ കേസ് 7 നമ്മൾ എന്താണ് കൊടുത്തത്, സ്റ്റാക്ക് സൈസ് 5 സൈസ് കൊടുത്തു. 7 എക്സിറ്റ് ആണ്. 7 എക്സിറ്റ് ആണ്. ഇപ്പോൾ എക്സിറ്റ് എക്സിറ്റ് എന്ന് പറഞ്ഞു കൊടുക്കാം. പ്രിന്റ് എഫ് എക്സിറ്റിംഗ് വേണമെങ്കിൽ ബൈബിളിലെ ഇമോജി കൊടുക്കാം. പ്രോഗ്രാം കൊടുത്തു. ഇത്രേ ഉള്ളൂ. ഇനി എക്സിറ്റ് ഓഫ് 0. പ്രോഗ്രാം എക്സിറ്റ് ആയി. അപ്പോൾ ഇത് പ്രോഗ്രാം ഇവിടെ നിന്ന് എക്സിറ്റ് ആയിട്ടുണ്ട്. എക്സിറ്റ് ആവും. ഇനി നമുക്ക് വേണ്ടിയത് ഡീഫോൾട്ട് എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. സോറി, ഡീഫോൾട്ട് ചോയ്സിനകത്ത് ഇല്ലാത്ത ഇപ്പോൾ 10 കാണാൻ എൻ്റർ ചെയ്ത് നമ്മൾ വല്ലതും പറയണ്ടേ. പ്രിന്റ് എല്ലാത്തിനും വാല്യൂ ചോയ്സ് പ്ലേസ് ട്രൈ again dot slash the next line കൊടുക്കുക. പ്രോഗ്രാം കഴിഞ്ഞു. നമ്മൾ ഇൻഡിജർ ആണ് കൊടുത്തത്, അതുകൊണ്ട് നമുക്ക് റിട്ടേൺ 0 കൊടുക്കും. റിട്ടേൺ ടൈപ്പ് നിങ്ങൾ വേണമെങ്കിൽ വോയിഡ് കൊടുക്കും. വോയിഡ് റിട്ടേൺ 0 ഒന്നും കൊടുക്കണ്ട. റിട്ടേൺ ടൈപ്പ് 0. അപ്പോൾ ഇത്രയുള്ള ഒരു പ്രോഗ്രാം നമുക്ക് റൺ ചെയ്ത് നോക്കാം. കറക്റ്റാണോ ഇല്ലെന്ന് പറഞ്ഞാൽ അപ്പോൾ 20 ഉണ്ടെങ്കിൽ അപ്പം നോക്കാം. ഔട്ട്പുട്ടുകൾ വരും. അപ്പോൾ ഒരു ചെറിയൊരു ഇതൊക്കെയുണ്ട്. സൈസ് 9ാമത്തെ ലൈൻ. അപ്പോൾ 20 നിങ്ങൾ വായിച്ചു നോക്കി സോൾവ് ചെയ്യണം. ഡിക്ലറേഷൻ സൈസ് ഡിക്ലറേഷൻ 91ാമത്തെ ലൈനിലോട്ട് വരിക. സൈസിന് ഞാൻ ഇങ്ങനെയല്ല സ്റ്റാക്ക് സൈസിനായ വേണ്ടി കൊടുത്തത് പേര് മാറിപ്പോയി. നമുക്ക് നോക്കാം. സൈസിന് ഞാൻ എന്താണ് കൊടുത്തത്, സൈസ് ഞാൻ ഡിഫൈൻ ചെയ്തിട്ടില്ല. കൊടുത്തായിരുന്നല്ലോ സൈസ്. എംറ്റി കൊടുത്തു, പുഷ്, പോപ്പ്, പീക്ക്, ഡിസ്പ്ലേ, ക്ലിയർ. ഓ സോറി, സ്റ്റാക്ക് സൈസിനാണ് നമ്മൾ കൊടുത്തത്. ഒരു എററേ ഉള്ളൂ, അല്ലാതെ നമുക്ക് വേറൊരു എറർ ഇല്ല. നമ്മൾ പേരിന് ചെറിയ മാറ്റം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സ്റ്റാക്ക് സൈസ് ഓൺ ചെയ്യാൻ നമ്മൾ പുഷ് പോപ്പ് സ്റ്റാക്ക് മെനു വന്നിട്ടുണ്ട്. പ്രോഗ്രാം കംപ്ലീറ്റഡ്. അപ്പം ഞാൻ ഫസ്റ്റ് പുഷ് ഓപ്പറേഷൻ കൊടുത്തു. ഒരു 20 നമ്മൾ സ്റ്റാക്കിലോട്ട് കയറ്റി. പിന്നെയും പുഷ് കൊടുത്തു. 23 കയറ്റി. പിന്നെയും നമ്മൾ പുഷ് കൊടുത്തു. 44 കയറ്റി. പിന്നെ ഫസ്റ്റ് പുഷ് കൊടുത്തു. 55 കയറ്റി. 1 കൊടുത്ത് നമ്മൾ ഓവർഫ്ലോ ആവുന്നവരെ ചെക്ക് ചെയ്ത് നോക്കാം. പുഷ് കൊടുത്തു. എൻ്റെ ചോയ്സ് 1 കൊടുത്തു. 233 കയറ്റി. പിന്നെ പുഷ് കൊടുത്തു.
64 കൊടുത്തു. സോ സ്റ്റാക്ക് ഓവർഫ്ലോ കനോട്ട് പുഷ് 56 ഉണ്ടാവുന്നില്ലേ. അപ്പം ഇനി നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് നോക്കാം എത്ര എലമെന്റ് ഉണ്ടോന്ന്. നമുക്ക് 4 കൊടുത്ത് ഡിസ്പ്ലേ ഉള്ള സ്റ്റാക്ക് ഇതാകണം ഒന്ന് കിടക്കൊണ്ട് സ്റ്റാക്ക് 233. അതായത് നമ്മൾ 233 ലാസ്റ്റ് കൊടുത്തത്. 233. അതിനുശേഷം ഓവർഫ്ലോ ആണ് കാണിച്ചേക്കുന്നത് 55. ആദ്യം തൊട്ട് 200 ഫസ്റ്റ് ലാസ്റ്റ് എലമെന്റ് ആണ് ഫസ്റ്റ് പ്രിന്റ് ചെയ്തേക്കുന്നത്. ലാസ്റ്റ് ഏറിയാണ് ഫസ്റ്റ് പറഞ്ഞു പോണത്. അപ്പോൾ അതാണ് മനസ്സിലായത്. ഇനി നമുക്ക് ഡിലീറ്റ് നോക്കാം. പോപ്പ് ഓപ്പറേഷൻ ലിസ്റ്റ് ഡിലീറ്റ് 233 നമുക്ക് പ്രത്യേക ഒരു എലമെന്റിനും ഡിലീറ്റ് ആക്കാൻ പറ്റത്തില്ല. മേളിൽ നിന്ന് മാത്രമേ ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഡിലീറ്റ് 2 കണ്ട അണ്ടർഫ്ലോ എല്ലാ എലമെന്റും നമ്മൾ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ പീക്കും കൂടെ നോക്കാം. പീക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം സെൻഡിറ്റ് ഒരു 2 എലമെന്റ് ആഡ് ചെയ്ത് 44 11 44. ഇനി നമുക്ക് ഇതിന്റെ പീക്ക് ഒന്ന് നോക്കാം. 44 ആണ് ലാസ്റ്റ് നമ്മൾ നോക്കിയത്. അപ്പം പ്രീ കൊടുത്ത് നമുക്ക് 44 ആണ് ടോപ്പ് എലമെന്റ്. 44 ടോപ്പ് എലമെന്റ് പ്രിന്റ് ചെയ്യാനാണ് പീക്ക് കൊടുത്ത്. നമുക്ക് സൈസ് കൂടെ നോക്കാം. 5 സൈസാണ്. സൈസ് നോക്കി സൈസ് 3/5 ആണ്. നമ്മളെ സ്റ്റാക്കിൽ 3 എലമെന്റ്സ് ഉണ്ട്. 5 ആണ് നമ്മുടെ സൈസ്. പിന്നെ ക്ലിയർ കൊടുക്കാം. 6 കൊടുക്കും. ക്ലിയർ ആയി. ആ സ്റ്റാക്ക് ക്ലിയർ ആയി. നമുക്ക് ഒന്നും കൂടെ സൈസ് നോക്കാം. 0/5 ക്ലിയർ ആയി. അപ്പോൾ നമ്മൾ ഫുൾ ഓപ്പറേഷൻ കഴിഞ്ഞ് സ്റ്റാക്കിൽ ഇപ്പോൾ ഇത്രയുള്ള സ്റ്റാക്കിന്റെ പ്രോഗ്രാം മനസ്സിലാകാൻ വിചാരിക്കുന്നു. ഇനി നാളെ നമ്മൾ നോക്കാൻ പോകുന്നത് ക്യൂ ആണ്. ക്യൂ ലെങ്തിയാണ്. ഇതിപ്പോൾ വളരെ ചെറുതാണ്. ക്യൂ കൂടെ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ആവാൻ പാടായിരിക്കും. ക്യൂ നമുക്ക് നാളെ ഫുൾ ഡിസ്കസിങ് ആണ്. ക്യൂ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്യൂ നമുക്ക് ചോദിക്കാം. അപ്പം ക്യൂ ഇതിന്റെ ഇരട്ടിയാണ്. ഒരു 2 മണിക്കൂറെങ്കിലും ലെങ്ത് വരുന്ന ഒരു വീഡിയോ ആണ്. അപ്പം ചാനലെല്ലാം സബ്സ്ക്രൈബ് വെച്ചാൽ ക്യൂ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരും ഞാൻ. ക്യൂ ഫസ്റ്റ് മൊത്തത്തിൽ നമുക്ക് ക്യൂ 3 ഉണ്ട്. സിംഗിൾ ക്യൂ ഉണ്ട്. അത് ക്യൂ എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ട് അതിനെ കുറിച്ച് പഠിച്ചിട്ട് പറയണം. ക്യൂവിലും 3 ഓപ്പറേഷൻസ് ഉണ്ട്. ഡിലീറ്റ്, ഫ്രണ്ട്, ഡിലീറ്റ്, റയർ, അങ്ങനെ കുറേ ഓപ്പറേഷൻസ് ഉണ്ട്. ഫ്രണ്ട്, ബാക്ക്, ഫ്രണ്ട്, റയർ എന്ന് പറഞ്ഞ് ഫ്രണ്ടിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നതും റയറിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നതും അങ്ങനെ പല ഉണ്ട്. ഡി ക്യൂ, പിന്നെ ഡബിൾ എൻഡഡ് ക്യൂ ഉണ്ട്, സർക്കുലാർ ക്യൂ ഉണ്ട്, പിന്നെ സിംഗിൾ ക്യൂ ഉണ്ട്. സിംഗിൾ ക്യൂ, ഡബിൾ എൻഡഡ് ക്യൂ, സർക്കുലർ ക്യൂ, ഇത് 3 ഉണ്ട്. ഇത് അപ്പം നാളെ മൊത്തത്തിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ക്യൂ. അപ്പം ഇന്നുള്ള സ്റ്റാക്ക് ഫുള്ള് ക്ലിയർ ആണെന്നിരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്റ്റാക്കിനെ കുറിച്ചും ചോദിക്കാൻ വേണ്ടിക്കേണ്ട, കമൻറ്റ് ചോദിച്ചു. അതുപോലെ തന്നെ എൻ്റെ കോൺടാക്ട് നമ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് സ്റ്റാക്കിനെ കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബൈ. ഇന്നത്തെ ഒരു വീഡിയോയിൽ സ്റ്റാക്ക് എന്തൊക്കെയാണ് മനസ്സിലായി. ഈ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നോക്കാം. പിന്നെ നിങ്ങളൊരു പ്രോഗ്രാം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റാക്ക്, സൈസ്, ടോപ്പ് -1 തൊട്ട് തുടങ്ങി ഈ ഒരു പുഷ്, പോപ്പ്, ട്രാവേഴ്സ് ഇതെല്ലാം മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ഈ പ്രോഗ്രാം കോൺസെപ്റ്റ് വെച്ചൊന്നും ചെയ്ത് നോക്കുക. പ്രോഗ്രാം നിങ്ങൾ അറിയേണ്ടിയിരിക്കണം. പ്രോഗ്രാം പഠിച്ചിട്ട് വേണം ഈ സ്റ്റാക്കിൻ്റെ ക്ലാസ് ചെയ്യാനുള്ളത്. പ്രോഗ്രാമുകൾ യൂട്യൂബ് ചാനലിലൊക്കെ കുറേ സി പ്രോഗ്രാമിനെ കുറിച്ചുണ്ട്. നിങ്ങൾക്ക് സി അല്ലെങ്കിൽ ജാവ ഒഴിച്ചിട്ട് ജാവയിൽ ഈ കാര്യം തന്നെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ജാവയിലോ C++ലോ ഏത് ലാംഗ്വേജിലും നിങ്ങൾക്ക് ഇത്, നിങ്ങൾ ഇഷ്ടപ്പെട്ട ലാംഗ്വേജിൽ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് നോക്കാം ഓരോന്ന്. അപ്പോൾ ഞാൻ സിയിലെ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിലും ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന ഏത് ലാംഗ്വേജിലും ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റ് വഴി കിട്ടിയാൽ മതി. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ഏത് പ്രോഗ്രാം ലാംഗ്വേജ് അറിയാവുന്നവർക്ക് ഈ കാര്യം പിടികിട്ടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഈ കോൺസെപ്റ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന ലാംഗ്വേജിൽ നിങ്ങൾക്ക് ചെയ്തു നോക്കാം. അപ്പോൾ എല്ലാത്തിൻ്റെയും കാര്യങ്ങളൊക്കെ ഒന്ന് തന്നെ. അപ്പോൾ ഇതിലൊക്കെ ആണെങ്കിൽ കുറച്ച് കാര്യങ്ങളെ നമുക്ക് ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. അത് ഇപ്പോൾ പൈതനോ ജാവയൊക്കെ എടുത്ത് അതിനകത്ത് തന്നെ സ്റ്റാക്കിനെ കുറിച്ചുള്ള ഓപ്പറേഷൻസ് ജാവ തന്നെ കൊടുത്തിട്ടുണ്ട്. സ്റ്റാക്കിൻ്റെ ഒരു ക്ലാസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കമാൻഡ് സ്റ്റാക്ക് ന്യൂ സ്റ്റാക്ക് എന്ന് പറഞ്ഞു കൊടുക്കാം. എന്നിട്ട് ഏത് കാര്യം ഇൻറ്റിജർ ആണെങ്കിൽ ഇൻറ്റിജർ എന്ന് കൊടുത്തതിന് ശേഷം നമ്മൾ റാപ്പർ ക്ലാസ് എന്നൊക്കെ പറയും. റാപ്പർ ക്ലാസ് നമ്മൾ സ്റ്റാക്കിനകത്തൊക്കെ യൂസ് ചെയ്യുന്നത് സ്റ്റാക്ക് റാപ്പർ ക്ലാസ് ഇൻറ്റിജർ ആണോ സ്ട്രിങ് ആണോ റാപ്പർ ക്ലാസ് കൊടുത്തതിന് ശേഷം ന്യൂ ഇൻറ്റിജർ എന്ന് പറഞ്ഞ് കൊടുക്കാം. അതുപോലെ തന്നെ ക്യൂ ആണെങ്കിൽ ക്യൂ ഇൻറ്റിജർ, ക്യൂ യൂസിങ് ലിങ്ക് ലിസ്റ്റാണ് ജാവയിൽ ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ അതൊക്കെ ഈസിയാണ്. അതൊക്കെ 2 ലൈൻ തീരുന്നത് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. നമ്മൾ ഇതിപ്പം
നമുക്ക് ബേസിക് തൊട്ട് അറിയാൻ വേണ്ടി ഇത് ഇങ്ങനെ ചെയ്തേ പഠിക്കാവൂടെ, വേറെ രീതി നോക്കലെന്നാണ് ഞാൻ പറയുന്നത്. അപ്പം അതിനുശേഷം നിങ്ങൾക്ക് പിന്നെയൊക്കെ നിങ്ങൾക്ക് വലിയ വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടി സ്റ്റാക്കൊക്കെ അങ്ങനെ യൂസ് ചെയ്യാം. നമ്മുടെ ലീഡ് കോഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം. അപ്പം സ്റ്റാക്ക് വെച്ച് ഇനിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ലീഡ് കോഡിൽ വരുന്നുണ്ട്. അപ്പം ഈ സ്റ്റാക്ക് പഠിച്ചതിന് ശേഷം ലീഡ് കോഡിൽ വരുന്ന ക്വസ്റ്റ്യൻ കൂടെ ചെയ്തു നോക്കാം. അപ്പം ഈ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് സ്റ്റാക്കും പറ്റി ഒരു ലീഡ് കോഡ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനും പറ്റിയെന്ന്. ഒരു ലീഡ് കോഡ് ക്വസ്റ്റ്യൻ സ്റ്റാക്കിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ലീഡ് കോഡിലെ എടുത്ത് നോക്കിയാൽ സ്റ്റാക്കിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം സ്റ്റാക്ക് വെച്ചുള്ള ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും നിങ്ങൾക്ക് ലീഡ് കോഡിൽ നിന്ന് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് ലീഡ് കോഡിൽ സ്റ്റാക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ ഇട്ടുതരാം. എൻ്റെ വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റിൽ നിന്ന് നോക്കിയാൽ അതിനകത്ത് ഞാൻ കുറച്ച് ടാസ്ക് വരും. ലീഡ് കോഡിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടൊക്കെ ചെയ്യാം. ബട്ട് ഈ കാണുന്നവരെല്ലാം നിങ്ങൾക്ക് ആവശ്യമുള്ളവരാണല്ലേ കാണുന്നത്. പരീക്ഷയൊന്നും അല്ലല്ലോ, നിങ്ങൾക്ക് ആവശ്യമുള്ളവരാണ് ഇത് കാണുന്നത്. അപ്പോൾ അവർക്കിത് കാണാതെ ചെയ്യേണ്ടതെന്ന് അറിയാം. ഇപ്പം നിങ്ങൾക്കറിയാം ഇത് സ്വന്തമായിട്ട് ചെയ്തു നോക്കേണ്ടതാണെന്ന്. നിങ്ങൾ മനസ്സിലാകുന്ന സ്വന്തമായിട്ട് ചെയ്തു നോക്കണമെന്ന് നിങ്ങൾക്കറിയാം. ഇത് പഠിക്കുന്നവരാണ്, അല്ലാത്തവർ ഈ ചാനലിൽ നിന്ന് കാണാൻ വരത്തില്ലല്ലോ, വെറുതെ നോക്കാനാണെങ്കിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് സ്റ്റോപ്പ് ആക്കണം, റണ്ണ് സ്റ്റോപ്പ് ആക്കുന്നുണ്ട്. അപ്പോൾ ഓൺലൈൻ GDP ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. സ്റ്റാക്ക് വളരെ എളുപ്പമാണ്. ഇനി സ്റ്റാക്ക് യൂസിങ് ലിങ്ക് ലിസ്റ്റ് ഉണ്ട്. ലിങ്ക് ലിസ്റ്റ് പഠിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഇത് നോക്കാം. നാളെ നമ്മൾ ക്യൂ നോക്കും. ക്യൂ പ്രയോറിറ്റി ക്യൂ ഉണ്ട്, സിംഗിൾ ക്യൂ ഉണ്ട്, ഡബിൾ എൻഡ് ക്യൂ ഉണ്ട്, പിന്നെ സർക്കാർ ക്യൂ ഉണ്ട്. ഈ 3 ക്യൂ നമ്മൾ നോക്കും. 4 ക്യൂ നോക്കും, പ്രയോറിറ്റി ക്യൂ. അപ്പം ഇത്രയും ഇതും നമ്മൾ നോക്കിയതിന് ശേഷം നമ്മൾ ലിങ്ക് ലിസ്റ്റിലോട്ട് നോക്കും. ലിങ്ക് ലിസ്റ്റ് നമ്മൾ ഒരു 1 വീക്ക് കൊണ്ട് ഡാറ്റാ സ്ട്രക്ചറിൽ ലിങ്ക് ലിസ്റ്റ് വരെ നമ്മൾ നോൺ ലീനിയർ തീർക്കാനാണ് ഒരു പ്ലാൻ ഇട്ടേക്കുന്നത്. ഈ ക്ലാസ് ഉണ്ടപ്പം ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങൾക്ക് എനിക്ക് വീഡിയോ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. അതുപോലെ തന്നെ ഞാൻ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഡൗട്ട്സ് ചോദിക്കാം. ഓക്കെ, ബൈ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. ബൈ.